വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സന്ദർശിച്ചപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ച 4 കാര്യങ്ങളുണ്ട്. 1. മൈക്കൽ ആഞ്ചലോയുടെ പിയാത്തെ. 2. സ്വർഗ കവാടത്തിലേക്കുള്ള താക്കോലുമായിട്ടിരിക്കുന്ന വിശുദ്ധ പത്രോസിന്റെ പ്രതിമയും അതോടൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിടവും. 3. ആനപ്പുറത്തിരിക്കുന്ന ശ്രീകൃഷ്ണന്റേതുപോലെ തോന്നുന്ന ഒരു പെയിന്റിംഗ്. 4. വിശുദ്ധ അന്തോനീസിന്റെ പിശാചുകളെ ഒഴിപ്പിക്കുന്ന പ്രാർത്ഥന. കാണിച്ചു തരട്ടെ നിങ്ങളെ ഞാനത്. മൈക്കലാഞ്ചലോ കൊത്തിയെടുത്ത കന്യകാമറിയത്തിന്റെ മടിയിൽ കുരിശിൽ നിന്നും ഇറക്കിയ ഈശോയെ കിടത്തിയിരിക്കുന്ന ശില്പം. ലോകത്തിലെ തന്നെ അനാറ്റമിക്കലി ഏറ്റവും പെർഫെക്റ്റായ ശില്പം എന്ന് ശാസ്ത്രലോകം വിധിയെഴുതിയത്. 1972 മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ മേരിയുടെ മൂക്കും കൈയും ചുറ്റികയാൽ അടിച്ചു പൊട്ടിക്കുകയും അതിനുശേഷം കേടുപാടുകൾ മാറ്റി ബുള്ളറ്റ് പ്രൂഫായ ഗ്ലാസ് ഇട്ട് ഇത് സംരക്ഷിക്കുന്നു. സ്വർഗ കവാടത്തിന്റെ താക്കോലുമായിരിക്കുന്ന പത്രോസ്ലീഹായും കബറിടവും അതിമനോഹരമാണ്. പള്ളിയുടെ ഉള്ളിൽ തന്നെയുള്ള കൊച്ചു പടികൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ വിശുദ്ധ പത്രോസിന്റെ കബറിടം നമുക്ക് കാണാൻ കഴിയും. ഈ കല്ലറ പേപ്പൽ അധികാരത്തിന്റെ തുടർച്ചയും സഭയുടെ അടിസ്ഥാനവും സൂചിപ്പിക്കുന്നു. ഇതിന്റെ രൂപകൽപ്പന ദൈവത്തിന്റെയും സഭയുടെയും മഹത്വം വിളിച്ചോതുന്നു. സ്വർഗത്തിൽ മനുഷ്യരെ കാത്തിരിക്കുന്ന വിശുദ്ധ പത്രോസിനെ നേരിട്ട് കണ്ട ഒരു അനുഭൂതിയാണ് ഈ ശില്പം നമുക്ക് സമ്മാനിക്കുന്നത്. അടുത്തത്, ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാനാവുന്ന ഒന്നാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ മുകളിലുള്ള ആനപ്പുറത്തിരിക്കുന്ന ശ്രീകൃഷ്ണനെ പോലെ തോന്നിക്കുന്ന മൈക്കലാഞ്ചലോ വരച്ച ഒരു പെയിന്റിംഗ്. അതിമനോഹരമായി അദ്ദേഹം അത് പെയിന്റ് ചെയ്തിരിക്കുന്നു. ബാലനായ ശ്രീകൃഷ്ണനെയാണ് ഈ പ്രതിമയിലൂടെ ഞാൻ കണ്ടത്. ഏറ്റവും അവസാനത്തേത്, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ മുൻപിലുള്ള ഒരു കുരിശോട് കൂടിയ കൽത്തൂണും അതിൽ ലാറ്റിൻ ഭാഷയിൽ കൊത്തിവച്ചിരിക്കുന്ന വിശുദ്ധ അന്തോനീസ് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയും. സഭയുടെയും വത്തിക്കാനിൽ വരുന്ന വിശ്വാസികളുടെയും സംരക്ഷണത്തിനായി ആണ് ഇത് ഇവിടെ കൊത്തിവച്ചിരിക്കുന്നത്. മലയാള വിവർത്തനം ഇങ്ങനെയാണ്: ഇതാ കർത്താവിന്റെ കുരിശ്, തിന്മയുടെ ശക്തികളെ അകന്നു പോകൂ, യൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വംശത്തിന്റെ വേര് തിന്മയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ.